ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിൽ അതിവേഗ റെയിൽവേ പാതയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്രം. ഓരോ 25 കിലോമീറ്ററും സ്റ്റേഷൻ അനുവദിക്കും. 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ പരമാവധി 200 കിലോമീറ്റർ വേഗം കൈവരിക്കുമെന്നും പദ്ധതിക്ക് നേതൃത്വം വഹിക്കുന്ന ഇ ശ്രീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്രം. പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ റെയിൽവേ മന്ത്രാലയം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാകും DPR തയ്യാറാക്കുന്നതടക്കമുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ. DPR തയ്യാറാക്കുന്നത് 9 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ജനുവരി 16-ന് ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ശ്രീധരൻ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് കേന്ദ്രം പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പുതിയ ഇടനാഴിയിൽ ഓരോ 20-25 കിലോമീറ്ററുകളിലും സ്റ്റേഷനുകളും ഓരോ 5 മിനിറ്റിലും ട്രെയിനുകൾ ഓടുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത പ്രശ്നങ്ങൾ ലഘൂകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർദ്ദിഷ്ട പാത പ്രധാനമായും തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള നിലവിലുള്ള റെയിൽവേ ലൈനിനെ പിന്തുടരും. അതിനുശേഷം കണ്ണൂർ വരെ മറ്റു പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോവുക. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ആദ്യഘട്ടം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞ് മംഗളൂരു, മുംബൈ വരെ നീട്ടുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCയുടെ ദീർഘദൂര ബസ്സുകളിൽ ഇനി ചെക്കിംഗ് വിഭവങ്ങൾ ലഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. 25% വിലക്കുറവോടെ ഓർഡർ ചെയ്യാവുന്ന വെബ്സൈറ്റ് ഉടൻ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ദീർഘദൂര ബസ്സുകൾ ഇനി ചെക്കിംഗ് വിഭവങ്ങളും ലഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. യാത്രക്കാർക്ക് ബസ്സിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാം. അടുത്ത ബസ് സ്റ്റാൻഡിലോ റൂട്ടിലോ ചെക്കിംഗ് സ്റ്റോറുകളിൽ നിന്നോ ഭക്ഷണം പാഴ്സലായി സീറ്റുകളിലെത്തും. ഇതു സംബന്ധിച്ച് KSRTCയും ചെക്കിംഗുമായി ധാരണയായതായി മന്ത്രി KB ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 സൂപ്പർ ക്ലാസ് സർവീസുകളിലും ബജറ്റ് ടൂറിസം യാത്രകളിലുമാവും ഭക്ഷണ വിതരണം. ക്രമേണ മറ്റ് ദീർഘദൂര ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. യാത്രക്കാർക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനായി ബസ്സിൽ QR കോഡ് പതിക്കും. ഇത് സ്കാൻ ചെയ്യുമ്പോൾ വിഭവങ്ങളുടെ പട്ടികയും അടുത്ത ഭക്ഷണശാലയുടെ വിവരവും ലഭിക്കും. ബസ് സ്റ്റാൻഡിലോ റൂട്ടിലോ ഉള്ള ചെക്കിംഗ് ഔട്ട്ലെറ്റിലോ എത്തുമ്പോൾ ഭക്ഷണം എത്തും വിധമാണ് ക്രമീകരണം. ബുക്കിംഗിന് പ്രത്യേക വെബ്സൈറ്റ് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.